അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2 ദിവസമായല്ലോ നൂർ ഫാത്തിമേൻ്റെ സ്റ്റോറിയൊക്കെ വിട്ടിട്ടില്ലേ. ഇൻഷാ അല്ലാഹ് വൈകാതെ അത് വിടും. പിന്നെ 2 ദിവസമായിട്ട് എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ നുസൈബാൻ്റെ കഥ ഞാൻ ഡയലി ഇടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നൂർ ഫാത്തിമൻ്റെതാവുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അതായത് ഞാൻ പിന്നെ വ്യാഴാഴ്ച വെള്ളി മദ്രസ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ എൻ്റെ മൂത്തമ്മയും മൂത്താപ്പയൊക്കെ ഇവിടെ ഹജ്ജിന് പോകുമായിരുന്നു. ഹജ്ജിന് പോണ പ്രോഗ്രാം, അതായത് ശനിയാഴ്ചയായിരുന്നു പ്രോഗ്രാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ രാത്രി എന്തായാലും സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ സാധാരണ എന്താ പറയുക, കൂടുതലായിട്ട് വീട്ടുകാരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാനും ഇതിനൊക്കെ ടൈം കണ്ടെത്തുമല്ലോ. മറ്റേത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോഴൊക്കെ നല്ല നിശബ്ദമായ അന്തരീക്ഷവും പിന്നെ അങ്ങനെയൊക്കെയാണ്. ഇപ്പം എന്തായാലും സൗണ്ട് വല്ലാതെ ഇല്ലാത്തത്, കുട്ടികളൊക്കെ എല്ലാവരും ഉറങ്ങിയിട്ടാണ്. ആങ്ങളുടെ കുട്ടികളും അനിയത്തിൻ്റെ കുട്ടികളും ഒക്കെ ഉറങ്ങി. അതാണ് മറ്റേത് എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ നൂർ ഫാത്തിമൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉസ്താദ് എടുക്കുന്ന രീതിയിലുള്ള ക്ലാസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഞാൻ വരാം. പിന്നെ നിങ്ങൾക്കിതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നന്മകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ജീവിതത്തിൽ പകർത്തണം. അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ അത് പറയണത്. നമ്മുടെ ഈ ഒരു കഥ കൊണ്ടുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നൂർ ഫാത്തിമ എന്നുള്ള കഥ കൊണ്ടുള്ള ലക്ഷ്യം, നമ്മൾക്കതിൽ നിന്ന് ഒരുപാട് അറിവുകളും നേടിയെടുക്കാം, അതൊരു പ്രചോദനമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതങ്ങനെ വിടുന്നത് കേട്ടോ. പല ആളുകൾക്കും സ്റ്റോറി കേൾക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും, സ്റ്റോറികൾ. പക്ഷേ ആ സ്റ്റോറിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതും നല്ലൊരു കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ അത് അതിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം നൂർ ഫാത്തിമ എന്നുള്ള ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ തന്നെയായാലും നൂർ ഫാത്തിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്ന് പിന്നെ നമ്മളെ ഇസ്ലാമിനെ കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നൂർ ഫാത്തിമ. അപ്പോൾ സാധാരണ നമ്മൾ മുസ്ലിംസ് പെൺകുട്ടികളെക്കാളും പെണ്ണുങ്ങളെക്കാൾക്കും ഒന്നും കൂടി പെർഫെക്റ്റായിട്ട് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. അങ്ങനെയാണ് നൂർ ഫാത്തിമൻ്റെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അങ്ങനെ ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ചോൻ തരട്ടെ. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരു ദിവസം പോലും, അതായത് നിസ്കരിക്കാനൊക്കെ പറ്റുന്ന ദിവസത്തിൽ ഒരു ദിവസം പോലും തഹജ്ജുദൊന്നും മുടക്കാതെ നല്ല രീതിയിൽ എല്ലാ സുന്നത്തുകളൊക്കെ കൊണ്ട് നടക്കുന്ന പെൺകുട്ടിയാണ് നൂർ ഫാത്തിമ. അപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു കഥ അത് വേറൊരു സ്റ്റോറിയല്ലേ, കെട്ടുകഥയല്ലേ. ഒരിക്കലും അങ്ങനെയല്ല. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു അനുഭവം തന്നെയാണിത്. അന്യമതത്തിൽ നിന്ന് വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് പിന്നീട് ഇസ്ലാമിൻ്റെ നല്ല ഒരു ചുറ്റുപാടിൽ ജീവിക്കുക, അതായത് എല്ലാ കാര്യത്തിലും ഇസ്ലാമികപരമായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുസ്ലിംസ് വരെ ആദ്യമേ മുസ്ലിമായുള്ള നമ്മൾ വരെ അത്ര നല്ല രീതിയിൽ ജീവിക്കണമല്ലോ. പക്ഷേ ഈ കുട്ടീൻ്റെ ജീവിത രീതിയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ശരിക്കും ഇസ്ലാമികമായി തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവളുടെ ജീവിതം. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കഥയുമായി മുന്നോട്ട് പോകാം. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അത് എന്താ പറയുക, ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കട്ടോ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നന്മകളൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളതിൻ്റെ കോട്ടക്കൽ വീട്ടിലാണ്. ഇനി ഇൻഷാ അല്ലാഹ് നാളെ മഞ്ചേരിയിലേക്ക് പോകും. എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് വിശദമായി നമുക്ക് സ്റ്റോറിയൊക്കെ പറയാം. അതുപോലെ തന്നെ നുസൈബയുടെ കഥ ആരൊക്കെ കേൾക്കുന്നുണ്ട്, ആരൊക്കെ കാണുന്നുണ്ടെന്നതിനെക്കുറിച്ച് കമൻ്റ് ഇടാനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിന് ഒരുപാട് കമൻസാണ് വന്നത്. ഒരുപാടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ
കമൻറ്റുകൾ. ഞാൻ വായിച്ചിട്ടും തീരാത്തത്ര കമൻസാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറേയൊക്കെ ഞാൻ വായിച്ചു. 30 മിനിറ്റോളൊരു വീഡിയോ ഞാൻ ചെയ്തു. അതെന്തിനാണെന്ന് വെച്ചാൽ അത് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടപ്പോൾ നമ്മൾക്കത് കമൻറ്റ് വായിക്കാതിരിക്കേണ്ട ഇതല്ലെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എനിക്കതൊരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞതിൽ ഒരുപാട് ആൾക്കാർ എഴുതാനും അതുപോലെ വായിക്കാനൊക്കെ അറിയാത്തപോലെ, എഴുതാൻ കഴിയാത്തപോലൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ പരിഗണിക്കണമല്ലോ അവരൊക്കെ. അതായത് പ്രായമായ ഒരുപാട് ആളുകൾ നമ്മളെ നുസൈബ, നൂർ ഫാത്തിമ സ്റ്റോറി കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരിക്കലും കമൻ്റ് ഇടാനും അതുപോലെ കമൻറ്റ് വായിക്കാനും അറിയാത്ത ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ കേൾക്കുകയായിരിക്കും അവർക്ക് ഇഷ്ടം, കഥ ഇങ്ങനെ കേൾക്കുക, അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നല്ല രീതിയിൽ സ്റ്റോറി കേട്ട ഒരുപാട് പ്രായമായ ആളുകളുണ്ട്. അവർക്കൊക്കെ പഠിച്ച ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ ഒരുപാട് കുട്ടികളുണ്ട്, അതുപോലെ എഴുതാനും വായിക്കാനും കഴിയണവരുണ്ട്, കഴിയാത്തവരും എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ചവന് അനുഗ്രഹം ചൊരിയട്ടെ. പിന്നെ നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും സ്റ്റോറികളിൽ വെറൈറ്റി ആയി, ഇതിപ്പോൾ എന്താ വെറൈറ്റി ആകാൻ കാരണം? നമ്മളെ നൂർ ഫാത്തിമ എന്നുള്ള സ്റ്റോറി വെറൈറ്റി ആകാൻ കാരണം എന്താ? അത് പള്ളിയിൽ താമസിക്കണം അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കണൊക്കെ ഉസ്താദാണ് നൂർ ഫാത്തിമയെ കല്യാണം കഴിച്ച്. അതങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. കാരണം ക്രിസ്ത്യാനി പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ പലർക്കും ഇഷ്ടമുണ്ടാവില്ല ഇസ്ലാമിലേക്ക് വന്നവരിതൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് അത്രക്കും ഇസ്ലാമിനെ അറിഞ്ഞുകൊണ്ട് വന്നത്. ഉസ്താദിനെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഒരു പക്ഷേ ഇസ്ലാമികമായ ജീവിതം ലഭിക്കുകയുള്ളൂ എന്നുകൊണ്ട് തന്നെ ആയിരിക്കാം അവൾക്ക് ഈ ഉസ്താദിനെ ഇഷ്ടപ്പെടാനൊക്കെ കാരണം. അതൊക്കെ അങ്ങനെയൊക്കെ ഏതായാലും മാഷാ അല്ലാഹ് നല്ല രീതിയിൽ കഴിഞ്ഞു. ഇപ്പോൾ അവൾ ഗർഭിണിയാണ്. ഇനിയിപ്പോൾ അറബി ഉമ്മയും അതുപോലെ തന്നെ അറബി ഉമ്മയുടെ മോന് തലാൽ അവരൊക്കെ ഹജ്ജ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ കൂടെ നാട്ടിലേക്ക് വരും. പിന്നെ നാദിറക്ക് ഇപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. പലരും നാദിറയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, നാദിറ എവിടെ? കാരണം നൂർ ഫാത്തിമയെ ഗൾഫിലേക്ക് കൊണ്ടുപോയത് തന്നെ നാദിറയാണ്. നാദിറ എന്നുള്ള ആ ഒരു വ്യക്തിയാണ് നൂർ ഫാത്തിമനെ കൊണ്ടുപോകാൻ കാരണക്കാരി. അപ്പോൾ നൂർ ഫാത്തിമയെ കൊണ്ടുപോകാൻ കാരണക്കാരിയായ നാദിറ, അവളെക്കുറിച്ച് അവൾക്ക് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ബിസിയാണ്. അതായത് ഓരോ ഭാഗത്തുനിന്നും ഹജ്ജിൻ്റെയൊക്കെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ തിരക്ക് കാര്യങ്ങൾ, എല്ലാവർക്കും എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിന് എന്തൊക്കെ തന്നെ ആയാലും ഹോസ്പിറ്റലിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അവൾക്ക് നല്ല സീസണാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ ഒന്ന് ഹജ്ജൊക്കെ കഴിഞ്ഞ് ഉംറക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ടൊക്കെ കുറച്ച് ബിസി കുറവായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവളെയും സ്റ്റോറിയിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ തലാൽ, മുർഷിദ, ആ ഒരു ബന്ധം ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ്, അവർക്ക് അത് എങ്ങനെ തലാലിനെ മുർഷിദയെ യോജിക്കുമോ? പലർക്കും ഇഷ്ടമല്ലായിരുന്നു ആദ്യം മുർഷിദനെ. കാരണം എന്താ, അവളുടെ ഒരു സ്വഭാവ രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അറബി ഉമ്മയുടെ അടുത്തൊക്കെ നിന്നിട്ട് ഒരുപാട് ഒക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ നാളെ രാവിലെ മദ്രസയിലേക്ക് രാവിലെ പോകണം. മുമ്പായിട്ട് അവിടെ എത്തണം. 6 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടാൽ 7:30 ആകുമ്പോഴത്തേന് അവിടെ എത്തണം. ഉപ്പ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് തന്നെ വൈകുന്നേരം പോകാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഉറങ്ങിയപ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. കാരണം ഭയങ്കര സൗണ്ടായിരിക്കും എല്ലാവരും കൂടി ആകുമ്പോൾ. എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് പോയിപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിക്കണേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ നമ്മൾ നൂർ ഫാത്തിമേൻ്റെ സ്റ്റോറിയൊക്കെ ആയിട്ട് വരാം. അതുപോലെ തന്നെ നുസൈബയെ കാണുന്നവരുണ്ടോ നൂർ ഫാത്തിമ? അതുപോലെ തന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ട പറയാനുള്ളത്, നമ്മളെ നൂർ ഫാത്തിമൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ 50, 60, 70 എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് അതിൻ്റെ വെറും 25,000 പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റണോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് പറഞ്ഞാൽ ഒരു ബെല്ലിൻ്റെ ചിത്രം ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് ഞെക്കിയിട്ട് ആ ബെല്ല് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഒരുപാട് അറിവുകൾ
പഠിക്കണം, കഥയിലൂടെ, സ്റ്റോറിയിലൂടെ. അങ്ങനെ ഇൻഷാ അല്ലാ അങ്ങനെ നമുക്ക് അതുപോലെ നിങ്ങളും നിങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചരിത്രങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും സ്റ്റോറി ഇസ്ലാമികമായ രീതിയിലുള്ളതൊക്കെ കമൻറ്റിലൂടെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഞാൻ അത് നമ്മളെ സ്റ്റോറിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ വഴി ഒരാൾക്കൊരു അറിവ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ജാരിയായ സ്വതക്കയായി പഠിച്ചവൻ സ്വീകരിക്കുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ ഒന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻ്റായിട്ട് ഇടുക. ഇൻഷാ അല്ലാ ഞാനത് വായിക്കാം, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. കാരണം നമ്മൾ ഈ സ്റ്റോറി കേൾക്കുന്നവർ ഒരുപാട് അറിവുകളുള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ നല്ല നല്ല അറിവുകൾ അറിയും. നമുക്ക് അറിയാത്ത പലതും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരിക. അത് അറിവ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതൊരു മുത്തുകളെ പോലെ അത് എവിടെ കണ്ടാലും പെറുക്കിയെടുക്കുക എന്നാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് നല്ല നല്ല ഹദീസുകൾ, കാര്യങ്ങൾ, അതുപോലെ മുറാദുകൾ ഹാസിലാവാനുള്ളത്, അതുപോലെ അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ, ദിക്റുകൾ, ദുആകൾ അതൊക്കെ അറിയണവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യട്ടോ. നിങ്ങൾ കമൻ്റ് ഇടുക. ഇൻഷാ അല്ലാ ഞാൻ വായിക്കണ്ടേ ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ഇറക്കണം. പിന്നെ എല്ലാവരുടെ പേരും അതുപോലെ സ്ഥലമൊക്കെ ഇട്ട് കമൻ്റ് ഇട്ട് വിടട്ടോ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് വായിക്കാൻ ഒരു നല്ലൊരു രസമാണത്. രസം എന്ന് വെച്ചാൽ നമുക്കൊരു നമ്മൾ വീഡിയോ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന ആളുകൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു അനുഭൂതി നമുക്ക്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും എന്താ പറയുക, എല്ലാവരും ഉറങ്ങിക്കോളി. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാത്രി ഉണ്ടായി, കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങിയതിൻ്റെ ശേഷമാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ മരണം ഹൈറാവുമ്പോൾ നമ്മളെപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അത്ര. നമ്മൾ ഈ മരിക്കുമ്പോൾ, അതായത് നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യണമല്ലോ, പഠിച്ചോനെ നമ്മളെ ആഖിബത്ത് നന്നാക്കണേന്ന്, നമ്മളെ മരണസമയം നന്നാക്കണേന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണമെന്നാണ്. അങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹു നമ്മളെന്ത് ചോദിച്ചാലും പഠിച്ചോ നമുക്ക് തരുന്നതാണല്ലോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് അതാണ്. അതായത് ദുനിയാവെന്ന് വെച്ചാൽ കുറച്ച് കാലമേ ഉള്ളൂ, ആഖിറമാണ് വലുത്. അതുകൊണ്ട് നമ്മൾ ആഖിറത്തിൽ വളരെയധികം വിജയിക്കണം. അതിന് നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ദുആ ചെയ്യുക. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തന്നെ പെട്ടെന്ന് ദുആ ചെയ്യണം കേട്ടോ. അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണേ, മരണം ഹൈറാകുമ്പോൾ ഈമാനോടുകൂടി മൗത്താക്കി തരണേ അല്ലാ. അത് നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാ അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈമാൻ കിട്ടി മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.